ജയിൽ ഡിഐജിക്കെതിരായ വിജിലൻസ് കേസിൽ ഗുരുതര കണ്ടെത്തലുകൾ. കൊടിസുനിയുടെ ബന്ധുവിൽ നിന്നും കൈക്കൂലി വാങ്ങി MK വിനോദ് കുമാർ സഹായം ചെയ്തെന്ന് കണ്ടെത്തൽ. രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്കും മയക്കുമരുന്നു കേസുകളിലെ പ്രതികൾക്കും നിരന്തരം സഹായം. അനുകൂല റിപ്പോർട്ടുകൾ ഉണ്ടാക്കി പരോൾ അനുവദിച്ചു എന്നും ഗുരുതരമായ കണ്ടെത്തൽ. വിനോദ് കുമാറിനെ ഉടൻ സസ്പെൻഡ് ചെയ്യാനാണ് സാധ്യത. അഞ്ജു ജയപ്രകാശ് ചുരുങ്ങലമായിട്ടുണ്ട്. അഞ്ജു, ഗുരുതരമായ കണ്ടെത്തലുകളാണ്. വിവരങ്ങൾ എങ്ങനെ? സേതു, ജയിൽ മേധാവി കഴിഞ്ഞാൽ ജയിലിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ്, അടുത്ത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ജയിൽ ആസ്ഥാനത്തെ ഈ DIG എന്ന് പറയുന്നത്. DIG വിനോദ് കുമാറിനെയാണ് എതിരെയാണ് വലിയ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ ആരോപണം വിജിലൻസ് കൃത്യമായി അന്വേഷിച്ചു. അന്വേഷണത്തിലെ കണ്ടെത്തലിലാണ് 12 തടവുകാരെ സഹായിച്ചതായിട്ടുള്ള വിവരങ്ങളും ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ഗൂഗിൾ പേ വഴി എത്തിയത് 2 ലക്ഷത്തോളം വരുന്ന രൂപയുമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും കൊടിസുനി ഉൾപ്പെടെയുള്ള നമുക്കറിയാം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ടിട്ടുള്ള പ്രതികൾക്കൊക്കെ നിരന്തരം സഹായം ചെയ്തു കൊടുക്കുന്നു എന്ന കണ്ടെത്തൽ കൂടി പുറത്തേക്ക് വരുന്നത്. അതിൽ കൊടിസുനിയുടെ ബന്ധുവിൽ നിന്നും പണം വാങ്ങി സഹായം ചെയ്തു എന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത്. അതിൽ മയക്കുമരുന്ന് കേസുകളിലെ പ്രതികൾക്ക് സഹായം ചെയ്തിട്ടുണ്ട് എന്നതിനൊപ്പം തന്നെയാണ് ഈ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതികൾക്ക് കൂടി സഹായം ചെയ്തിട്ടുണ്ട് എന്നാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ കൂടി വിജിലൻസിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിനോദ് കുമാറിനെ കഴിഞ്ഞ ദിവസം 12 തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങി ഇവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ പണം വാങ്ങിയത് കണ്ടെത്തുകയും ഒപ്പം തന്നെ വലിയ തരത്തിൽ ഈ പണത്തിനപ്പുറം ലഹരി ഉൾപ്പെടെയുള്ള കടത്തിന് സഹായം ചെയ്തു എന്നടക്കമുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇതുകൂടി ഈ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൈക്കൂലി എങ്ങനെ വാങ്ങിയതാണ്? ആഭ്യന്തര ഗൂഗിൾ പേ, അതായത് അക്കൗണ്ട് വഴിയാണ് ഈ പണമിടപാടൊക്കെ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് തൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയപ്പിക്കുന്നു. അങ്ങനെ പണം അയച്ചിട്ടുണ്ടായിരുന്നത് 1.8 അതായത് 1,80,000 രൂപയാണ് കൈക്കൂലിയായിട്ട് ഇയാളുടെ അക്കൗണ്ടിൽ ഈ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ സഹായങ്ങളും ചെയ്തതായിട്ടുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വിജിലൻസിൻ്റെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രാഥമിക എൻക്വയറി നടത്തി അതിന് പിന്നാലെയാണ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കേസിന് പിന്നാലെ തന്നെ ഉടൻ തന്നെ വിനോദിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ സാധിക്കുന്നത്. അതിനായിട്ട് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൂടി നൽകിയിരിക്കുകയാണ്. ശരി, ജയിൽ കോഴക്കേസിൽ കേസെടുത്ത് അന്വേഷണം നേരിടുന്ന ആൾ കൂടിയാണ് ഈ വിനോദ്. അയാൾക്കെതിരായ കൂടുതൽ തെളിവുകളാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ.